തുടങ്ങിയ കർണാടക സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ഒരിക്കലും അഡ്മിഷൻ എടുക്കരുത്. എന്റെ ഈ ചെറിയ ചെറിയ വ്ളോഗുകൾ കാണുന്ന കുട്ടികൾ എനിക്ക് പലപ്പോഴും മെസ്സേജ് ചോദിക്കാറുണ്ട്, മാംഗ്ലൂരോ അതോ കർണാടകയൊക്കെ നമുക്ക് സേഫ് ആണോ? പലതരത്തിലുള്ള സ്കാംസ് ആണെങ്കിലും ഒരുപാട് കുട്ടികൾ പറ്റിക്കപ്പെടുന്നുണ്ടല്ലോ. ക്ലാസ് തുടങ്ങുമ്പോഴാണ് ഇതിനൊക്കെ ചതി മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും നമുക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമ്പസും അതോടൊപ്പം അവിടുത്തെ ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും സ്റ്റഡീസും എങ്ങനെയാണുള്ളത് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോളേജ് ആണോ എന്നുള്ളതും ഉറപ്പുവരുത്തുക. കാരണം 3-4 വർഷമൊക്കെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോഴേക്ക് നിങ്ങൾ പഠിച്ച സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല എന്നുള്ള രീതിക്കാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ അഡ്മിഷൻസും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോളേജിലേക്ക് തന്നെ ചെയ്തു കൊടുക്കുന്നത്. 2 വർഷത്തോളം ഞാൻ ഇവിടെ ഉണ്ടായത് കൊണ്ടും എല്ലാ കോളേജിനെ പറ്റി ഒരു ധാരണ ഉണ്ടായത് കൊണ്ടും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് തന്നെ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അഡ്മിഷൻസിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോ ബൈ.